പോലും ഞെട്ടിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം. ആ ദുരന്തത്തിന്റെ തോരാമഴ കണ്ണീരുവറ്റിയ വയനാട്ടിലെ ജനതയുടെ ദുഃഖത്തോടൊപ്പം നമുക്കും പങ്കുചേരാം. വയനാട്ടിലെ ദുരിതഭൂമിയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. ഈശ്വരന്റെ വരദാനമാണ്. ഈ കാടിന്റെ പച്ചപ്പും കോടുമണ്ണിന്റെ കുളിരും പുഴയുടെ ശാന്തമായ ഒഴുക്കും കൊണ്ട് നമ്മുടെ സ്കൂൾ അന്തരീക്ഷം അനുഗ്രഹപ്രദമാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് നാം. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കണം. പ്രകൃതിയെ സ്നേഹിച്ചാൽ ഈശ്വരനെ സ്നേഹിക്കുന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നവരാകുന്നു. അസംബ്ലി ഡിസ്പേഴ്സ്ഡ്. മാഷേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഈയിടെ അതിശക്തമായ മഴയാണല്ലോ. ശരിയാ, ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ടി വരും. മാഷേ, ഞാൻ കുറച്ചു ദിവസം ലീവ് കൊടുക്കുക. വീട്ടിൽ കുറച്ച് അത്യാവശ്യമുണ്ട്. മാഷേ, എന്നാ ഞാൻ ക്ലാസ്സിലേക്ക്. ഞാനും ക്ലാസ്സിലേക്കാ. ഇന്ന് ലീന ടീച്ചർ ലീവാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. എല്ലാരും ഇരിക്കൂ. ഇന്ന് നിങ്ങളുടെ ടീച്ചർ ലീവാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? മാഷേ, എന്നാ നമ്മൾ ടൂർ പോകുന്നേ? ഞങ്ങൾക്ക് പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, കളർ ഡ്രസ് ഇടണം, അടിച്ചു പൊളിക്കണം. ഇന്നാ ദിവസം വരണേ. നമുക്ക് ടൂറൊക്കെ പോവാം. അതിനു മുൻപ് ഈ മഴയൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കേ സാർ. ഇനി നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തീർത്തോട്ടോ. ഓക്കേ കുട്ടികളെ, പിന്നെ കാണാട്ടോ. മോളെ എഴുന്നേക്ക്. മോളെ സ്കൂൾ ചെയ്യുന്ന ഭാഗം ഇന്നലെ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്രേ. അമ്മേ, എന്താ പറ്റി അമ്മേ? അറിയില്ല, നമുക്ക് ന്യൂസ് വെച്ച് നോക്കാം. എല്ലാവർക്കും സുപ്രഭാതം. നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ വയനാട് മുണ്ടക്കൈ ചൊരിമലയിൽ ഉരുൾപൊട്ടൽ. അതിശക്തമായ മഴ മൂലം രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം. പാലം പൂർണ്ണമായി തകർന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം. വമ്പിച്ച നാശനഷ്ടവും ആളപായവും മരണനിരക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ, എന്റെ മക്കളെവിടെ? എന്റെ പൊന്നു മക്കളെവിടെ? നന്മയുള്ള എന്റെ മക്കളെ കൊണ്ടുപോയല്ലോ. പ്രകൃതിയോടെ ഇണങ്ങി ചേർന്ന് ജീവിക്കാൻ പഠിപ്പിച്ച മക്കളെ പ്രകൃതി തന്നെ കൊണ്ടുപോയല്ലോ. എന്റെ മക്കളെവിടെ? നിങ്ങൾ കണ്ടില്ലേ ഈ മാഷിന്റെ വിലാപം? കേട്ടില്ലേ മാഷിന്റെ വാക്കുകൾ? നമുക്കും പ്രകൃതിയെ സ്നേഹിക്കാം, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാം. മണ്ണുറപ്പിനായി ഒരു മരം, കരളുറപ്പിനായി ഒരു കൈ സഹായം, പുതുജീവിതത്തിനായി തൻ ജീവൻ നൽകാം. എന്തിനാണെന്നോ ഇനി ഒരു ദുരന്തം ഉണ്ടാതിരിക്കാൻ നമുക്ക് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാം. നന്ദി, നമസ്കാരം.